ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ദൈവത്തിൻ്റെ ആലോചന കൂടാതെ ശുശ്രൂഷിക്കുന്നവർ. അപ്പോസ്തലപ്രവൃത്തി 13-ാമത്തെ അധ്യായം 36-ാമത്തെ വാക്യം. ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം, എങ്ങനെയാണ് ദാവീദ് ശുശ്രൂഷിച്ചത്? ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷിച്ചു. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ, ഫോർ ഡേവിഡ് ആഫ്റ്റർ ഹി ഹാഡ് സെർവ്ഡ് ഹിസ് ഓൺ ജനറേഷൻ ഇൻ ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഹിതപ്രകാരം ശുശ്രൂഷിച്ചു, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷിച്ചു. ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ കോളിംഗ് വരുന്നു, ദൈവത്തിൻ്റെ വിളി വരുന്നു. അങ്ങനെ ദൈവരാജ്യ സംബന്ധമാകുന്ന ദൗത്യത്തിലേക്ക് പ്രവേശിക്കുന്നു. 5 വിധ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോസ്തോലൻ, ചിലർ സുവിശേഷകന്മാരായിത്തീരുന്നു, ചിലർ പ്രവാചകന്മാരായിത്തീരുന്നു, ചിലർ ഇടയന്മാരായിത്തീരുന്നു, ചിലർ ഉപദേഷ്ടാക്കന്മാരായിത്തീരുന്നു. അങ്ങനെ 5 വിധ ഓഫീസുകളിലേക്ക് വരുന്നവർ ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ ആലോചനയ്ക്കാകുന്നുവോ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്? ദൈവത്തിൻ്റെ ഹിതപ്രകാരം, ദൈവത്തിൻ്റെ വിൽ അനുസരിച്ചാകുന്നുവോ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്? ദൈവത്തിൻ്റെ ഹിതത്തിന് പുറത്ത്, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് പുറത്തു പോകുവാനുള്ള സാധ്യതയുണ്ട്. സൂക്ഷ്മതയോടുകൂടെ പോയില്ല എങ്കിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് പുറത്തു പോകുവാനുള്ള സാധ്യതയുണ്ട്. കണ്ടുമുട്ടുന്ന പലരിൽ നിന്നും കേൾക്കുന്ന വിചിത്രമാകുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള ചിന്തകൾ വന്നപ്പോഴാണ് ഈ ഒരു സന്ദേശം പങ്കുവയ്ക്കണമെന്ന ഹൃദയത്തിൽ ബോധ്യമുണ്ടായത്. ഒത്തിരി ശുശ്രൂഷിക്കുന്നു, എങ്കിലും എന്നെ ആരും അറിയില്ല. പേരെടുക്കണം, പ്രസിദ്ധരാകണം എന്നുള്ള ആഗ്രഹം. ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നു, എങ്കിലും പലരും എനിക്ക് വേണ്ടവണ്ണം ഒരു നല്ല ഗിഫ്റ്റ് തരുന്നില്ല. ഞാൻ പോയി ശുശ്രൂഷിക്കുമ്പോൾ എനിക്ക് ഇത്ര മാത്രമേ ലഭിക്കുന്നുള്ളൂ. അവർക്ക് അതിൽ കൂടുതൽ എന്തുകൊണ്ട് തന്നുകൂടാ? കൂടുതൽ പണം ലഭിക്കുവാൻ വേണ്ടിയുള്ള ഉപാധിയാക്കി ശുശ്രൂഷയെ മാറ്റുന്ന ചിലർ. മറ്റു ചിലർ വളരെ ശക്തമായി പ്രയോജനപ്പെടുന്നു. ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുന്നതിൻ്റെ ഇടയിൽ തന്നെ പോലെ വേറൊരാളും അതിശക്തമായി പ്രയോജനപ്പെടുന്നത് കാണുമ്പോൾ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകുന്നു. ആ ആളിനേക്കാൾ എനിക്ക് മുന്നേ പോകണം, ആ വ്യക്തിയുടെ കീഴിലുള്ള സഹപ്രവർത്തകരെക്കാൾ കൂടുതൽ എനിക്ക് സഹപ്രവർത്തകരുണ്ടാകണം, ആ ചേർച്ചിൻ്റെ ബ്രാഞ്ചസിനേക്കാൾ കൂടുതൽ എനിക്ക് ബ്രാഞ്ച് ചേർച്ചസ് ഉണ്ടാകണം. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷിക്കാത്തവർ. ദൈവജനത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുന്നുണ്ട്, 2 യജമാനന്മാരെ സേവിക്കരുത്. 2 യജമാനന്മാരെ സേവിക്കുകയാണെങ്കിൽ അപകടത്തിൽ ചെന്ന് വീഴും. അവിടെ മാമനെ കുറിച്ചാണ് പറയുന്നത്, പണത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുമാത്രമല്ല, നീ നിന്നെ വലിയവനാക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് എങ്കിൽ നീ നിന്നെ യജമാനനാക്കിയിരിക്കുകയാണ്. ദൈവത്തെയും നിന്നെയും 2 മാസ്റ്റേഴ്സ്, അങ്ങനെ പലതിനെയും മാസ്റ്ററാക്കുവാനുള്ള സാധ്യതയുണ്ട്. പല കാര്യങ്ങളെ നിന്റെ യജമാനനാക്കുവാൻ സാധ്യതയുണ്ട്. 2 യജമാനന്മാരെ സേവിക്കുകയാണെങ്കിൽ, ശുശ്രൂഷിക്കുകയാണെങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുകയില്ല. പഴയ നിയമം മുതൽ തന്നെ ഇങ്ങനെ ദൈവഹിതത്തിൻ്റെ പുറത്തു പോയി ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷിക്കാത്ത അനേകരെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. കായീൻ തുടങ്ങുകയാണ്. അവിടെ മുതൽ കായീൻ തുടങ്ങി മുന്നോട്ട് വരുമ്പോൾ നമുക്ക് അനേകരെ കാണുവാൻ കഴിയുന്നുണ്ട്. ബാലാമിനെ കാണുവാൻ കഴിയുന്നുണ്ട്. ബാലാമിന് ശേഷം നമുക്ക് കോരഹ് കാണുവാൻ കഴിയുന്നുണ്ട്. പിന്നെ പുതിയ നിയമത്തിൽ വരുമ്പോൾ
അനേകരെ നമുക്ക് കണ്ടുമുട്ടുവാൻ കഴിയുന്നുണ്ട്. ദൈവഹിതത്തിൻ്റെ പുറത്ത് ശുശ്രൂഷിച്ചവർ, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് പുറത്ത് ശുശ്രൂഷിച്ചവർ, ദൈവം ഉദ്ദേശിച്ച സ്ഥലങ്ങളിലൊന്നും ആ ഡെസ്റ്റിനിയിലൊന്നും അവർക്ക് എത്തിച്ചേരുവാൻ കഴിഞ്ഞില്ല. അവരൊക്കെ വളരെ അപകടകരമാകുന്ന ദിശയിലേക്ക് യാത്ര ചെയ്യുകയും അങ്ങനെ അവർ അവസാനിക്കുകയും ചെയ്തു. അത് സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി മുന്നറിയിപ്പുകളെ, പരിശുദ്ധാത്മാവ് നൽകുന്ന മുന്നറിയിപ്പുകളെ സ്വീകരിച്ച് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷിക്കുന്ന ഒരു ശുശ്രൂഷകനായി തീരുക. ഫിലിപ്പിയ ലേഖനത്തിൽ പോകുമ്പോൾ 1-ാമത്തെ അധ്യായത്തിൽ പൗലോസ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. 15 മുതലുള്ള വാക്യങ്ങളിൽ ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു. ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു. അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ മറ്റവരോ എൻ്റെ ബന്ധനങ്ങളിൽ എനിക്ക് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് നിർമ്മലതയോടെയല്ല ശാഠ്യത്താൽ അത്രേ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. അപ്പോൾ അസൂയയോടുകൂടെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവർ, പിണക്കത്തോടുകൂടെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവർ, ശാഠ്യത്തോടുകൂടെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവർ. 18-ാമത്തെ വാക്യത്തിൽ നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ, അപ്പോൾ നാട്യമായിട്ട് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവർ, അങ്ങനെ വിവിധ നിലകളിൽ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവരുണ്ടെന്നാണ് ഈ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ശുശ്രൂഷകന്മാർ ആയിരക്കണക്കിന് എഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അവരവരുടെ ശുശ്രൂഷയെ, ദൗത്യത്തെ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണം. ദൈവത്തിൻ്റെ ആലോചനയ്ക്കാകുന്നുവോ ശുശ്രൂഷിക്കുന്നത്? നൂറുകണക്കിന്, ആയിരക്കണക്കിന് ആളുകളെ കർത്താവ്, പ്രായവ്യത്യാസമൊന്നുമില്ല, ചെറുപ്പക്കാരുണ്ട്, മധ്യവയസ്കരുണ്ട്, 60 കഴിഞ്ഞവരുണ്ട്, അങ്ങനെ വിവിധ പ്രായപരിധിയിൽപ്പെട്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ കർത്താവ് ഈ അന്ത്യകാല ഉണർവിൽ ഉപയോഗിക്കുവാൻ വേണ്ടി തൻ്റെ രാജ്യത്തിലേക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ പ്രത്യേകിച്ചും അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം ഇന്ത്യയിൽ ഒരു വലിയ ഉണർവ് നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഉണർവിൽ ഈ ജനത്തെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി ആയിരക്കണക്കിന് ശുശ്രൂഷകന്മാർ എഴുന്നേറ്റ് വരേണ്ടത് ആവശ്യമാണ്. ഇന്ത്യയിലെ ഈ ഉണർവ്, ആ ഉണർവുള്ളത് കൊണ്ടാണ് കഠിനമാകുന്ന പീഡനങ്ങൾ ചില സ്ഥലങ്ങളിൽ സംഭവിക്കുന്നത്. ആ ഉണർവിൽ ശുശ്രൂഷിക്കുവാൻ വേണ്ടി ദൈവം എഴുന്നേൽക്കുന്ന അഭിഷക്തന്മാർ പരിശോധനകൾക്ക് വിധേയമാകുക. നിങ്ങൾ ശുശ്രൂഷിക്കുന്നത് ദൈവത്തിൻ്റെ ആലോചന പ്രകാരമാകുന്നുവോ, ദൈവത്തിൻ്റെ ആലോചനയ്ക്കാകുന്നുവോ ശുശ്രൂഷിക്കുന്നത്? ആ വാക്യം വളരെ ശ്രദ്ധേയമാകുന്നൊരു വാക്യമാണ്. അപ്പോസ്തലപ്രവൃത്തി 13-ാമത്തെ അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യം ഒരിക്കൽ കൂടി ഞാൻ വായിക്കുകയാണ്. ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ചു. ആ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷിച്ച് തൻ്റെ ഡെസ്റ്റിനിയിലെത്തി അടുത്ത ലോകത്തിലേക്ക് പ്രവേശിച്ചു. അസൂയയിൽ നിന്ന് പ്രസംഗിക്കുന്നവർ, പിണക്കത്തിൽ നിന്ന് പ്രസംഗിക്കുന്നവർ, നാട്യമായിട്ട് പ്രസംഗിക്കുന്നവർ, കോമ്പറ്റീഷനിൽ നിന്ന് പ്രസംഗിക്കുന്നവർ, മത്സരത്തിൽ നിന്ന് പ്രസംഗിക്കുന്നവർ, അങ്ങനെ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് പുറത്ത് ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാർ ആത്മപരിശോധനയ്ക്ക് വിധേയമായിട്ട് തങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന പരാജയങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ ഹിതത്തിന് ശുശ്രൂഷിക്കുവാൻ വേണ്ടി വിധേയപ്പെടുത്തി കൊടുക്കണം. അപ്പോസ്തലപ്രവൃത്തി അതിൻ്റെ 19-ാമത്തെ അധ്യായത്തിൽ നമുക്ക് സ്കേഫയുടെ മക്കളെ കാണുവാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ, എന്നാൽ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു എന്ന് പറഞ്ഞ് യേശുവിൻ്റെ നാമം ചൊല്ലുവാൻ തുനിഞ്ഞു. ഇങ്ങനെ ചെയ്തവർ മഹാപുരോഹിതനായ സ്കേഫ എന്ന ഒരു യഹൂദൻ്റെ 7 പുത്രന്മാരായിരുന്നു. അപ്പോൾ ദുരാത്മാവ് പറയുന്നത് ശ്രദ്ധിക്കുക. യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്, എന്നാൽ നിങ്ങളാർ? ഇവർക്ക് യേശുവിൻ്റെ നാമത്തെക്കുറിച്ച് അറിയാം. അന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് പേര് ഈ ഭൂതത്തെ പുറത്താക്കുന്ന പല ഇത്തരത്തിലുള്ള ചെപ്പടി വിദ്യകൾ നടത്തുന്ന വ്യക്തികൾ അന്ന് ചില മാജിക്കൽ നെയിംസ് ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ അവർക്ക് എങ്ങാണ്ടൊന്ന് അറിവ് കിട്ടി, യേശു എന്ന് പറയുന്നൊരു മാജിക്കൽ നെയിമുണ്ട്,
ആ മാജിക്കൽ നെയിം ഉപയോഗിച്ചുകൊണ്ട് പൗലോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അത്ഭുതങ്ങൾ ചെയ്യുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു. ഇവർക്ക് യേശു എന്ന നാമത്തെക്കുറിച്ചൊരറിവ് ലഭിച്ചു, പക്ഷേ യേശുവിനെ അറിയത്തില്ല. യേശുവിനെ അറിയാത്തവർ, യേശുവിനെ അറിയുവാൻ വേണ്ടി അവസരം ലഭിക്കാത്തവർ യേശുവിൻ്റെ നാമം ആദരത്തിലെടുത്തതാണ് ഇവിടെ വിനയായി തീർന്നത്. അവർക്ക് യേശുവിനെ അറിയത്തില്ല, യേശുവുമായി ബന്ധമില്ല, യേശുവിൽ വസിക്കുവാൻ അവർക്ക് അവസരം ലഭിച്ചിട്ടില്ല. യേശുവിൽ വാസം നടത്താത്തവർ, യേശുവിൽ വസിക്കാത്തവർ, യേശുവുമായി അടുത്ത ബന്ധമില്ലാത്തവർ. ആരോ പറഞ്ഞൊരു മാജിക്കൽ നെയിമുണ്ട്, യേശു എന്നൊരു മാജിക്കൽ നെയിമുണ്ട്. അങ്ങനെ ആ മാജിക്കൽ നെയിം അധരത്തിലെടുത്തുകൊണ്ട് എന്തോ ആകുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അത് അപകടം വരുത്തി വെച്ചു. എന്തെങ്കിലും ആകുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമം, വേറൊരാളിൽ ശക്തമാകുന്ന ഒരു കൃപാവരം വെളിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതേപോലെ എനിക്കും വേണം. ദൈവം നിന്നെ എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നു? ആ കോളിങ്ങിനെ കുറിച്ചുള്ളൊരു റെവലേഷൻ ഉണ്ടാകണം. നിൻ്റെ കോളിങ്ങുമായി ബന്ധപ്പെട്ട് നീ വിജയിയായി തീരുവാൻ വേണ്ട എല്ലാ ആയുധങ്ങളും കർത്താവ് നിൻ്റെ പക്കൽ നൽകിയിട്ടുണ്ട്. വേറൊരാൾ ചെയ്യുന്നൊരു കാര്യം അത് കണ്ടിട്ട് അസൂയ തോന്നിയിട്ട് അതിനുവേണ്ടി നീ അകത്തുനിന്ന് വല്ലാതെ ആഗ്രഹത്തെ പുറപ്പെടുവിക്കുകയാണെങ്കിൽ വിനയായിത്തീരും. എനിക്കറിയാം, ഞാൻ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ച സമയത്ത് അന്ന് ഈ മന്ത്രബോധ തകിടെടുക്കുന്ന ഒരു ശുശ്രൂഷകനുണ്ടായിരുന്നു. അദ്ദേഹം പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു എവിടെയാണ് മന്ത്രവാദം, എവിടെയെങ്കിലും ആരെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ് തകിടെന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനന്ന് ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചിട്ടേ ഉള്ളൂ. ഇത് ഏകദേശം ഒരു 25-30 വർഷം മുമ്പ് സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ അന്നത്തെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്, ഞങ്ങളെപ്പോലെയുള്ളവരുടെ എല്ലാം ഒരു ആഗ്രഹമാണ്, തകിടെടുക്കണം. ഒരുപാട് പേര് തകിടെടുക്കുവാൻ വേണ്ടി ശ്രമം നടത്തി നോക്കി. ഞാനും തകിടെടുക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ എൻ്റെ ഉള്ളിൽ ഇടയ്ക്ക് കയറി വന്നു. എങ്കിലും എന്നെക്കുറിച്ചുള്ള ആ കോളിങ്ങിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാട്, എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള വെളിപ്പാട് എനിക്ക് ആ മേഖലയിൽ സൗഖ്യം നൽകി തന്നു. അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ദൈവം ഉപയോഗിക്കുന്ന ദൈവദാസന്മാർ, അവരിലൂടെ പുറപ്പെടുന്ന ചില ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട് അതിലെ നല്ല കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അവരിലുള്ള ശുശ്രൂഷയുടെ ഒരു ഇമ്പാർട്ടേഷൻ നമ്മിൽ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ്. എന്നാൽ അത് അസൂയയിൽ നിന്നോ മത്സരത്തിൽ നിന്നോ ഒരു കോമ്പറ്റീഷനിൽ നിന്നോ അവരെക്കാൾ വലിയവനാകുവാൻ വേണ്ടിയുള്ള ഒരാഗ്രഹത്തിൽ നിന്നോ അത് പുറപ്പെടരുത്. അങ്ങനൊരു കാര്യം പുറപ്പെടുവിക്കുവാൻ നിങ്ങൾ ഒരു മത്സരത്തിൻ്റെ ഫലമായിട്ട് പുറപ്പെടുവിക്കുവാൻ തയ്യാറാകരുത്. സ്കേഫയുടെ മക്കൾക്ക് സംഭവിച്ച കാര്യം സംഭവിക്കരുത്. കായുൻ്റെ അനുഭവം നമുക്ക് ഉൽപ്പത്തി പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 4-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവിടെ 3 മുതലുള്ള വാക്യങ്ങളിൽ കായന് തൻ്റെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്കൊരു വഴിപാട് കൊണ്ടുവന്നു. ആ വഴിപാട് കൊണ്ടുവന്ന് അതിൻ്റെ 5-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, കായനിലും അവൻ്റെ വഴിപാടിലും കർത്താവ് പ്രസാദിച്ചില്ല. അപ്പോൾ കായന് ഏറ്റവും കോപമുണ്ടായി. ഈ വിവിധങ്ങളാകുന്ന വികാരങ്ങൾ ഇവിടെ പ്രകടമാകുന്നത് ശ്രദ്ധിക്കുക. അമിതമാകുന്ന കോപമുണ്ടാകുന്നു. മാത്രമല്ല അവൻ്റെ മുഖം വാടി, അവൻ നിരാശയുള്ളവനായി തീരുകയാണ്, അവൻ്റെ മുഖം വാടുകയാണ്. ശുശ്രൂഷയിൽ ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള വികാരങ്ങൾ പുറപ്പെടുവിക്കുന്നവരുണ്ട്. കോപം, നിരാശ, ഇങ്ങനെയുള്ള വികാരങ്ങൾ പുറപ്പെടുവിക്കുന്നവരുണ്ട്. ഇനിയും സംഖ്യാപുസ്തകത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ സംഖ്യാപുസ്തകത്തിൽ നമുക്ക് ബില്യാമിനെ കാണുവാൻ കഴിയുന്നുണ്ട്. ബില്യാമിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ 2 പത്രോസിൻ്റെ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ അവർ നേർവഴി വിട്ട് തെറ്റി ബയോരിൻ്റെ മകനായ ബിലയാമിൻ്റെ വഴിയിൽ നടന്ന് അവൻ അനീതിയുടെ കൂലി കൊതിച്ചു.
ബിലിയാമിലുണ്ടായിരുന്നൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ദ്രവ്യാഗ്രഹമായിരുന്നു. ശുശ്രൂഷകന്മാരുടെ ഉള്ളിൽ ദ്രവ്യാഗ്രഹം കയറുകയാണെങ്കിൽ ബിലിയാമിന് സംഭവിച്ച കാര്യം ശ്രദ്ധിക്കുക. അതേപോലെയുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പലർക്കും പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. ദ്രവ്യാഗ്രഹം ലക്ഷ്യമാക്കിയാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ എന്ത് കിട്ടും, എത്ര പണം കിട്ടും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശുശ്രൂഷിക്കുന്നത് എങ്കിൽ പണം നേടിയെടുക്കുവാൻ വേണ്ടി നമ്മൾ എന്തും ചെയ്യും. ഏത് നിലയിലും ആളുകൾക്ക് ചിലപ്പോൾ ഈ ബിലിയാം പറഞ്ഞു കൊടുത്തതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ആളുകളിൽ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് അവരെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ വഴികളിൽ നടക്കേണ്ടവരെ തെറ്റിച്ച് കളയുവാനുള്ള സാധ്യതയുണ്ട്. വളരെ സൂക്ഷിക്കണം ആ മേഖലയിൽ. ബിലിയാമിന് സംഭവിച്ചത് അവൻ ദ്രവ്യാഗ്രഹിയായി തീർന്നു, അനീതിയുടെ കൂലി കൊതിച്ചു എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ശൗലിന് സംഭവിച്ചത് ശ്രദ്ധിക്കുക. ശൗലിന് സംഭവിച്ചത് 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. 1 ശമൂവേലിൻ്റെ പുസ്തകം അതിൻ്റെ 15-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ 1 ശമൂവേലിൻ്റെ പുസ്തകം 15-ാമത്തെ അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ ശമൂവേൽ പറയുന്നത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അനുസരണക്കേട്, ഡിസൊബീഡിയൻസ്. ദൈവം പറഞ്ഞത് അതുപോലെ അനുസരിക്കുവാൻ തയ്യാറാകുന്നില്ല. 23-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയാകുന്നു. മത്സരം ആഭിചാര ദോഷം പോലെയും. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് കൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇവിടെ ഈ ശൗലിനുണ്ടായ ഒരു പ്രധാനപ്പെട്ട പരാജയം എന്ന് പറയുന്ന അനുസരണക്കേടുണ്ടായി. എന്നാൽ അതിനേക്കാളും ഉപരിയായിട്ട് ഇയാൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ ജനത്തെ ഭയപ്പെട്ടു. മനുഷ്യഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശുശ്രൂഷിക്കുകയാണെങ്കിൽ നാട്യമായി ശുശ്രൂഷിക്കുന്നവരുണ്ട്. ഹിപ്പോക്രസി, എന്തെങ്കിലുമൊക്കെ ആകുവാൻ വേണ്ടിയുള്ള ആഗ്രഹത്തിലാണ് നാട്യമായി ശുശ്രൂഷിക്കുന്നവർ. മറ്റൊന്ന് സ്വകാര്യ ആഗ്രഹങ്ങൾ, പേഴ്സണൽ ഡിസയേഴ്സ്. സ്വകാര്യ ആഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ശുശ്രൂഷയിലൂടെ എന്തൊക്കെയോ ആകുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമം, സ്വകാര്യ ആഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ശുശ്രൂഷിക്കുന്നവർ. മറ്റൊരു കൂട്ടരാണ് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവർ. ഇവിടെ ശൗലിന് സംഭവിച്ചത് അതാണ്. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായി തീർന്നു. ഞാൻ ജനത്തെ ഭയപ്പെട്ട് അവരുടെ വാക്ക് അനുസരിച്ചതിനാൽ, അതാണ് ശൗലിന് സംഭവിച്ചത്. പൗലോസിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ദേമാസിനെ കുറിച്ച് നമുക്ക് 2 തിമോത്തിയോസിൻ്റെ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായം 10-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയ്ക്ക് പോയി. ദേമാസിനെ കുറിച്ച് മറ്റ് ലേഖനങ്ങളിൽ പരാമർശങ്ങളുണ്ട്, നല്ല പരാമർശങ്ങളുണ്ട്. നല്ല നിലയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടൊരു വ്യക്തിയായിരുന്നു ദേമാസ്. ഫിലോമോൻ്റെ ലേഖനത്തിൽ അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ എൻ്റെ കൂട്ടുവേലക്കാരനായ മർക്കോസും അരിസ്തർക്കോസും ദേമാസും ലൂക്കോസും നിനക്ക് വന്ദനം ചൊല്ലുന്നു. ശ്രദ്ധിക്കുക, മർക്കോസിൻ്റെ കൂടെ ലൂക്കോസിൻ്റെ കൂടെ ദേമാസിൻ്റെ പേരുണ്ടായിരുന്നു. എൻ്റെ കൂട്ടുവേലക്കാരനായ മർക്കോസും അരിസ്തർക്കോസും ദേമാസും ലൂക്കോസും നിനക്ക് വന്ദനം ചൊല്ലുന്നു. കൊലോസി ലേഖനത്തിലും പൗലോസ് ദേമാസിനെ കുറിച്ച് പറയുന്നുണ്ട്. കൊലോസി ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. പൗലോസിൻ്റെ കൂടെ നടന്നൊരു ശുശ്രൂഷകൻ. ലേഖനങ്ങളിൽ ഈ ശുശ്രൂഷകനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. എന്നാൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ അദ്ദേഹത്തിന് ശുശ്രൂഷ എന്ന് പറയുന്നത് വല്ലാത്ത ബുദ്ധിമുട്ടായി തീർന്നു. താൻ ലോകത്തെ സ്നേഹിച്ച്
പൗലോസിനെ വിട്ടുപോയി എന്നാണ് 2 തിമോത്തിയോസ് 4-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ ശുശ്രൂഷയിൽ ഉണ്ടാകുന്ന കാഠിന്യമാകുന്ന സാഹചര്യങ്ങളാണ്. ഹാർഡ്ഷിപ്പ് ഓഫ് മിനിസ്ട്രി. പൗലോസിൻ്റെ കൂടെ അന്നത്തെ കാലത്ത് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാകുന്നു. എല്ലാ സൗകര്യങ്ങളും ലഭിക്കുകയില്ല. അസൗകര്യങ്ങൾ വരുന്ന സന്ദർഭത്തിൽ ആ ഹാർഡ്ഷിപ്പ് വരുന്ന സന്ദർഭത്തിൽ അവിടെ സഹിഷ്ണുതയില്ലാതെ വരുന്നു. എൻഡ്യൂറൻസ്. ഈ എൻഡ്യൂറൻസ് എന്ന വാക്കിന് ദീർഘകാലം കഠിനമേറിയ ഒരു സാഹചര്യത്തെ പരാതി കൂടാതെ സഹിക്കുവാൻ കഴിയുന്നതിനെയാണ് എൻഡ്യൂറൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്കൊരു ചെറിയ ഹാർഡ്ഷിപ്പ് ഉണ്ടാകുമ്പോൾ തന്നെ, ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, നമ്മൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നമുക്ക് ലഭിച്ചില്ല, പരിമിതമാകുന്ന ചില സൗകര്യങ്ങളെ നമുക്ക് ലഭിച്ചുള്ളൂ, അപ്പോഴേക്കും നമ്മൾ അസ്വസ്ഥരാകുകയാണ്. നമ്മൾ അസ്വസ്ഥരാകുന്നു. നമ്മൾ പല ദൗത്യങ്ങളും പൂർത്തീകരിക്കാതെ അവിടെ വിട്ടുപോകുകയാണ്, ഉപേക്ഷിച്ചു പോവുകയാണ്. അതായിരിക്കാം ദേമാസിന് അതാ സംഭവിച്ചു. അവൻ ലോകത്തെ സ്നേഹിച്ചു പോയി എന്ന് പറയുമ്പോൾ പൗലോസിൻ്റെ കൂടെ നടക്കുമ്പോൾ ഇത് എവിടെ കിടന്നുറങ്ങുമെന്ന് ഉറപ്പില്ല. നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അടിയാണോ കല്ലേറാണോ എന്താ സംഭവിക്കാൻ പോകുന്നത് അറിയത്തില്ല. അങ്ങനെ വളരെ കഠിനമാകുന്ന സാഹചര്യങ്ങളിലൂടെ പോകുമ്പോൾ ദേമാസിന് മനസ്സിലായി, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ജീവിതത്തിലെ ഒരു സുഖങ്ങളും അനുഭവിക്കുവാൻ കഴിയുകയില്ല, ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങും എത്തുകയില്ല എന്നൊരു തോന്നൽ വന്നിട്ടാണ് ലോകത്തെ സ്നേഹിച്ച് അദ്ദേഹം മടങ്ങിപ്പോവുകയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘർഷമാണിത്. കഠിനമാകുന്ന സാഹചര്യങ്ങളെ നേരിടുവാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നവർ പരിമിതമാകുന്ന ചില സംവിധാനങ്ങളിലും അത്തരത്തിലുള്ള ചില അവസ്ഥകളിലുമാകുമ്പോൾ, വേണ്ട, എനിക്ക് ഇത്രയധികം ബുദ്ധിമുട്ടുവാൻ ഞാൻ തയ്യാറല്ല. എല്ലാ മേഖലയിലുമുണ്ട്, കുടുംബജീവിതത്തിൽ ഉൾപ്പെടെ ജീവിതത്തിൻ്റെ പല മേഖലയിൽ, ജോലി മേഖലകളിലൊക്കെ എല്ലാ നിലയിലും അനുകൂലമാണ് കാര്യം എങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഏതെങ്കിലും നിലയിലുള്ള ഒരു അസ്വസ്ഥത കൊണ്ടുവരുന്ന ഒരു കാര്യം വെളിപ്പെടുമ്പോഴേക്കും അസംതൃപ്തിയായി, പരാതിയായി, പരിഭവമായി, സഹിഷ്ണുതയില്ലായ്മയായി ആ സാഹചര്യങ്ങളെ വിട്ട് ഓടിപ്പോകുവാൻ വേണ്ടി ശ്രമിക്കുന്നവർ, അവരോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങൾ ദൈവഹിതത്തിന് ശുശ്രൂഷിക്കുന്നവരല്ല, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷിക്കുന്നവരല്ല. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് നിങ്ങൾ ശുശ്രൂഷിക്കുകയാണെങ്കിൽ ദേമാസിനെ പോലെ ലോകത്തെ സ്നേഹിച്ച് നിങ്ങൾ ശുശ്രൂഷ ഉപേക്ഷിച്ച് പോകുകയില്ല. ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തർക്കും ആത്മപരിശോധനയ്ക്ക് വിധേയപ്പെടുത്തി കൊടുക്കാം. ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷിക്കുവാൻ വേണ്ടി അപ്പോസ്തല പ്രവൃത്തി 13-ാമത്തെ അധ്യായം 36-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് പോലെ ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം അങ്ങനെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി വിധേയപ്പെടുത്തി കൊടുക്കാം. ഒരു വലിയ ഉണർവിലേക്ക് കർത്താവ് നമ്മളെ നയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് നമ്മളെ പണിതുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ പല ഗുണമേന്മകൾ വളർത്തിയെടുക്കണം. അതിലൊന്നാണ് സഹിഷ്ണുത എന്ന് പറയുന്നത്, മറ്റൊന്നാണ് കാത്തിരിപ്പ് എന്ന് പറയുന്നത്, വെയിറ്റിംഗ്. ഈ 106-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് പോവുകയാണെങ്കിൽ 106-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ, 106-ാം സങ്കീർത്തനം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ, എങ്കിലും അവർ വേഗത്തിൽ അവൻ്റെ പ്രവർത്തികളെ മറന്നു, അവൻ്റെ ആലോചനയ്ക്ക് കാത്തിരുന്നതുമില്ല. അവൻ്റെ ആലോചനയ്ക്ക് കാത്തിരുന്നതുമില്ല. മറ്റൊരു ട്രാൻസ്ലേഷനിൽ നിന്ന് ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ അത് AMPCയിൽ വായിക്കുകയാണെങ്കിൽ സങ്കീർത്തനം അതിൻ്റെ 106-ാമത്തെ സങ്കീർത്തനം, 106-ാം സങ്കീർത്തനം അതിൻ്റെ 13-ാമത്തെ
വാക്യം, but they hastily forgot his works. They did not earnestly wait for his plans to develop regarding them. അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആലോചനകൾ വളർന്നു വരുന്നതിനു വേണ്ടി അവർ കാത്തിരുന്നില്ല. But they hastily forgot his works. They did not earnestly wait for his plans to develop regarding them. അനേകർക്ക് സംഭവിക്കുന്നത് ഇതാണ്. പകരം ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കാൻ, കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ ആലോചനയ്ക്ക് ശുശ്രൂഷിക്കുന്നവരായി തീരുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി സമർപ്പിക്കുകയാണ്. അങ്ങയുടെ ആലോചന സ്വീകരിച്ചുകൊണ്ട് ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തതുപോലെ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തി തരുന്നു. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും അങ്ങ് സ്പർശിക്കുന്നതിനാൽ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വലിയൊരു ഉണർവിലേക്ക് ഇന്ത്യയെ അങ്ങ് കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിൻ്റെ നടുവിൽ എഴുന്നേൽക്കുന്ന ആയിരക്കണക്കിന് ശുശ്രൂഷകന്മാർ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷിക്കുന്നവരായി തീരട്ടെ. ഞങ്ങളെ അതിനുവേണ്ടി വിധേയപ്പെടുത്തുകയാണ്. ഒരന്ത്യകാല ഉണർവ്, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ദൂതുകൾ, പ്രവചനങ്ങൾ, ആമേൻ, രോഗസൗഖ്യ ശുശ്രൂഷകൾ, ഓ കർത്താവേ, അത്ഭുതകരം, ഹല്ലേലൂയ്യ, അങ്ങയുടെ ശക്തമാകുന്ന വചനം, ഹല്ലേലൂയ്യ, അതിൻ്റെ പ്രഘോഷണം, ഹല്ലേലൂയ്യ. ആ നിലകളിൽ കർത്താവേ, ഈ ഉണർവിൽ ശക്തന്മാരെ അങ്ങ് ഉപയോഗിക്കുവാൻ പോകുമ്പോൾ എല്ലാവരും ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാരായി, വിധേയത്വമുള്ളവരായി, താഴ്മയുള്ളവരായി, സമർപ്പണമുള്ളവരായി കർത്താവെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കുന്നു. ശുശ്രൂഷയിലായിരിക്കുന്ന ബഹുമാന്യ കർത്തൃദാസന്മാരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശാരീരിക രോഗം അനുഭവിക്കുന്നവർ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ കഠിന വേദനകൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ശരീരം വിട്ടുപോകട്ടെ. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. തൊണ്ടയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, ഉമിനീര് പോലും ഇറക്കുവാൻ ബുദ്ധിമുട്ടുള്ള ആരോ ഈ ശബ്ദം കേൾക്കുന്നു. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുക. ആശുപത്രിയിലായിരിക്കുന്ന കിടപ്പ് രോഗികളെ തുടരാൻ കർത്താവേ, എഴുന്നേറ്റ് നടക്കുവാൻ കഴിയാത്ത നിലയിൽ കിടപ്പിലായി പോയവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വലിയ സൗഖ്യങ്ങളെ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ കർത്താവെ, ജോലിയില്ലാത്തവർക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കണം. വഴികളെ തുറക്കണം കർത്താവെ. ആമേൻ. അതോടൊന്നിച്ച് തന്നെ കർത്താവെ, സാമ്പത്തിക ഞെരുക്കത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി അത്ഭുത വഴികളെ തുറക്കണം, അത്ഭുത വഴികളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് മഹാത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. താഴ്ത്തിയേൽപ്പിക്കുന്നു, വിധേയപ്പെടുത്തുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ഈ ശുശ്രൂഷകൾ നിങ്ങൾക്ക് ഉപകാരമായി തീരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ സന്ദേശം തീർച്ചയായിട്ടും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. മാത്രവുമല്ല, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വിനയപരിശ്രമം അർപ്പിക്കുന്നു. കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങളുടെ കൂടെയിരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ.
ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.